കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഗർഭിണിയുടെ ആദ്യത്തെ മാസത്തെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്തിൽ പലർക്കും തന്നെ നോട്ടീസബിൾ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നോട്ടീസബിൾ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂഡ് സ്വിങ്സ്, അതുപോലെ ക്രാംസ്, അബ്ഡോമൻ ക്രാംസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്ത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണോ നമ്മുടെ ലാസ്റ്റ് മന്ത് പീരീഡ് ആയത് അതുമുതൽ ഇപ്പോൾ നമുക്ക് പീരീഡ് ആയിട്ടുള്ള ഒരു പീരീഡ് മിസ്സായിട്ടുള്ള ഒരു സമയം വരെ ആ ഒരു കാലാവധിയാണ് നമ്മളെപ്പോഴും ഫസ്റ്റ് മന്തായിട്ട് LMP പീരീഡ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് മന്ത് പീരീഡ് വെച്ചിട്ട് പിറ്റേ മാസം ആ ഒരു ദിവസം ആകുമ്പോഴുള്ള സമയമാണ് നമ്മൾ LMP പീരീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് പീരീഡ് ആയിട്ടുള്ള ഡേറ്റ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡേറ്റിൽ ആദ്യത്തെ സമയം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 5 ദിവസം നമുക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന സമയമാണ്. അതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ നടക്കുന്നൊരു സമയമാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടും അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിന് പിറ്റേ ആഴ്ചയ്ക്ക് പകുതിക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ചിലവർക്ക് 6-ാം ദിവസം തന്നെ ഉണ്ടാകും, ചിലവർക്ക് അത് കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും അത് നമുക്ക് ഇംപ്ലാന്റേഷൻ സമയം വരുന്നത്, അതായത് നമ്മൾ കൺസീവ് ആയി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴും നമ്മുടെ അടുത്ത പീരീഡ് സൈക്കിൾ തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച മുമ്പോ ഒക്കെ ആയിരിക്കും നമ്മൾ കൺസീവ് ആയി എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പലർക്കും തന്നെ ആ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഓവുലേഷൻ കഴിഞ്ഞ അടുത്ത 2 ആഴ്ചകളിലൊക്കെ പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിനുശേഷം ചിലർക്ക് പ്രഗ്നൻസി സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. ചിലർക്ക് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളൊരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടാകുന്നത്. ചിലർക്ക് മോർണിംഗ് സിക്നസ് ഉണ്ടാവില്ല, ഫുൾ ടൈം സിക്നസ് ആയിരിക്കും. ചിലർക്ക് നൈറ്റ് സിക്നസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ചിലർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇന്ന സിംറ്റം കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആണ് എന്ന് ആദ്യത്തെ ഒരു മാസം, സോ കോൾഡ് ഒരു മാസം സമയത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ പൊതുവേ സ്ത്രീകൾക്ക് വരുന്ന ചില പ്രഗ്നൻസി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഉണ്ടാകുന്ന സിംറ്റംസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് മൂഡ് സ്വിങ്സ് ആയിരിക്കും. മൂഡ് സ്വിങ്സും അതുപോലെ മിസ്ഡ് പീരീഡും. മൂഡ് സ്വിങ്സ് നമ്മളിലുണ്ടാകുന്നത് നമ്മളിൽ സംഭവിക്കുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസിൻ്റെ ഭാഗമായിട്ട് പ്രൊജസ്ട്രോൺ ഹോർമോണിനൊക്കെ ഇൻക്രീസ് ഉണ്ടാകും, അതുപോലെ HCG ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ടാകും. ഒരുപാട് ഹോർമോണൽ വ്യതിയാനങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വേറൊരു ജീവനെയും കൂടി വഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മളിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകും. മൂഡ് സ്വിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഏർലി പ്രഗ്നൻസി സിംറ്റമായിട്ട് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺഫേം ചെയ്ത് പറയാൻ കഴിയുന്നത് നമ്മുടെ പീരീഡ് മിസ്സായതിനു ശേഷമുള്ള പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. മിസ്ഡ് പീരീഡ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. കാരണം ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കൊക്കെ കൃത്യം ആ ഒരു ഡേറ്റിൽ തന്നെ പീരീഡ്സ് ആവില്ല. അതുപോലെ PCOS ഉള്ളവർ, തൈറോയ്ഡ് ഉള്ളവർ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്ട്രെസ്സുകൾ അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ളവരിലൊക്കെ കൃത്യമായിട്ടൊരു ദിവസം തന്നെ പീരീഡ് ആകുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പീരീഡ് മിസ്സായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഉപയോഗിച്ച് ആ 2 ഡാർക്ക് ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് മിസ്ഡ് പീരീഡാണ്. മൂന്നാമത് നമുക്കൊരു ലക്ഷണമായിട്ട് പറയാൻ സാധിക്കുന്നത് ക്രാംസ് ആണ്. ക്രാംസ് എന്ന് പറയുന്നത് വേദന, നമുക്ക് അബ്ഡോമൻ ഭാഗത്ത് അനുഭവപ്പെടുന്ന വേദന. നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് ഈ അബ്ഡോമൻ പെയിൻ അനുഭവപ്പെടുന്നത്. നമ്മുടെ പൊക്കിളിന് താഴെയായിട്ടുള്ള ഭാഗത്തായിരിക്കും ഈ അബ്ഡോമൻ പെയിൻ അനുഭവപ്പെടുന്നത്. ചിലപ്പോഴൊന്ന് കുത്തിക്കൊള്ളുന്നതോ അല്ലെങ്കിൽ വലിഞ്ഞു മുറുകുന്നതോ ആയിട്ടുള്ള ടൈപ്പുള്ള പെയിൻസ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ വേദന ഒരു വേദനയായിട്ട് തന്നെ തോന്നില്ല. നമ്മളിപ്പോൾ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്റ്റീവായിട്ട് നടക്കുന്ന സമയത്ത്, ഓഫീസിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഈ വേദന ഒന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിക്ക് നമ്മൾ തിരക്കുണ്ടാകുന്ന സമയത്തൊക്കെ ഈ ഒരു വേദന നമുക്കൊരു വേദനയായി തോന്നണമെന്നില്ല. അതുപോലെ ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന പെയിൻ നമുക്ക് രാത്രി അനുഭവപ്പെടാം. അപ്പോഴൊക്കെ നമ്മളിത് അറിയാതെ വരാം. എല്ലാവർക്കും തന്നെ ഇംപ്ലാന്റേഷൻ പെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇംപ്ലാന്റേഷൻ പെയിൻ ഇല്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല.
മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൈൽഡായിട്ടുള്ള ലോവർ ബാക്ക് പെയിൻ ആണ്. നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് ആ ഒരു ലോവർ ബാക്ക് പെയിൻ അനുഭവപ്പെടുന്നത്. നമുക്ക് കുഞ്ഞ് എംബ്രിയോ ഇംപ്ലാന്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് നടുവിൻ്റെ ഭാഗത്തും അതുപോലെ അബ്ഡോമൻ ഭാഗത്തും പെയിൻ അനുഭവപ്പെടും. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്കുണ്ടാകുന്ന യൂറിനേഷൻ. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ നമുക്ക് തുടരെ യൂറിനേറ്റ് ചെയ്യാനായിട്ട് തോന്നുക. ഈ യൂറിനേറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഉറപ്പ് വരുത്തുക യൂറിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേണിംഗ് സെൻസേഷൻ ഇല്ല, നമുക്ക് പുകച്ചിൽ അനുഭവപ്പെടുന്നില്ല, യൂറിന് ബാഡ് സ്മെല്ലില്ല എന്നുള്ളത് കാര്യം കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അഞ്ചാമത്തേത് നമുക്ക് പറയാം ക്ഷീണം. നമുക്ക് എപ്പോഴും നമ്മൾ ടയേർഡായിട്ട് തോന്നാം. ഭയങ്കര ആക്റ്റീവായിട്ട് ജോലി ചെയ്തിട്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ടയേർഡായി പോകുന്നത്, അതുപോലെ നമുക്ക് വൊമിറ്റിംഗ് വരുന്നത്, പിന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടുന്നത്, അതുപോലെ ഫുഡ് ക്രാവിങ്സ് വരുന്നത്, ഫുഡിന് നമുക്ക് അവേർഷൻ എന്തെങ്കിലും തോന്നുന്നത്, അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിനോട് പെട്ടെന്ന് നമുക്കൊരു വിരക്തി അനുഭവപ്പെടുക, ഈ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പറ്റില്ല, വോമിറ്റിംഗ് ടെൻഡൻസി വരിക, ഇതെല്ലാം നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്ന പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക. എൻ്റെ ഏർലി പ്രഗ്നൻസിയിൽ എൻ്റെ 2 കുട്ടികൾക്ക് കേട്ടോ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് തന്നെ എനിക്കത് വന്നു തുടങ്ങിയത് ഒരു ബൗൾ മൂവ്മെൻറ്റിൽ ബൗളായിട്ടുള്ള ഒരു മോഷനായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഡാർക്ക് ഒരു കറുത്ത കളറോട് കൂടിയിട്ടുള്ള കളറിൽ കട്ടിയായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അപ്പോഴേ എനിക്ക് തോന്നി, രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് തോന്നി അങ്ങനെ ഒരു വ്യത്യാസം വന്നപ്പോൾ തന്നെ ഇത് പ്രഗ്നൻ്റ് ആണല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആ സമയത്ത് എനിക്ക് വന്നിരുന്നു. അതപ്പോൾ ഒരു ഏർലി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ലക്ഷണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ. ഇതിനെല്ലാത്തിനും നമുക്ക് ഫൈനലായിട്ട് പറയാൻ കഴിയുന്ന ഒരു ലക്ഷണമേ ഉള്ളൂ, പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലെ 2 ഡാർക്ക് ലൈൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100% കൺഫേം ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ലക്ഷണങ്ങളില്ലാതെയും ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്കിങ്ങനെയുള്ള പീരീഡ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കി പോസിറ്റീവ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നെഗറ്റീവ് റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പീരിയഡ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ മെഡിസിൻ എടുക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പീരീഡ് മിസ്സായി പോയതെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. HCG എടുത്ത് നോക്കുക. HCG എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആ HCG ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു പീരീഡ് മിസ്സായി 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ 100% നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. അതിനുശേഷം മാത്രം നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പീരീഡ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വിറ്റമിൻസ് കഴിക്കുക, നട്ട്സ് കഴിക്കുക, പാല് കുടിക്കുക, മുട്ട കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ചെറുപയർ കഴിക്കുക. ഇതെല്ലാം കുഞ്ഞിൻ്റെ ഗ്രോത്തിനും അതുപോലെ നിങ്ങൾക്കും ഒരു ഫിറ്റായിട്ടും സ്ട്രോങ് ആയിട്ടും ഇരിക്കുന്നതിനൊക്കെ അത് സഹായിക്കും. അതുപോലെ ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് റെഫർ ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെഡിസിൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക. കാരണം ഈ ഓരോ മെഡിസിനും നമുക്ക് ഓരോ ബെനിഫിറ്റ് തരുന്ന തരത്തിലുള്ള മെഡിസിൻസാണ്. അല്ലെങ്കിൽ നമുക്ക് തുടരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾ ഈ മെഡിസിനൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 4ാമത് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കുടിക്കുക. കൃത്യമായിട്ട് നമ്മളൊരു 8 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. കാരണം ഈ ശരീരത്തിലെ ഓരോ ഭാഗത്തേക്കും വെള്ളം പമ്പ് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് വേണ്ടുന്ന അത്ര ഫ്രീക്വൻറ്റ് യൂറിനേഷനൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി 1-ന് ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16 ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.